ഏതാനും മാസങ്ങൾക്കുള്ളിൽ പുറത്തു വരാനിരിക്കുന്ന ഓപ്പോ ഫൈൻഡ് X10 സീരീസിന്റെ ബിഗ് ലീക്ക് ഇതാ പുറത്തു വന്നിരിക്കുകയാണ്. ഇവരുടെ ഇത്തവണ ഏറ്റവും എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 7 വർഷത്തിന് ശേഷം അവർക്ക് വന്നിരിക്കുന്ന സ്ക്രീനിലുള്ള ഒരു ബിഗ് അപ്ഡേറ്റിനെ പറ്റിയാണ്. ഇത്തവണ ഓപ്പോ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഐ ഫ്രണ്ട്ലി മെറ്റീരിയൽ ആണ്, അതായത് ന്യൂ കളർ സ്റ്റാൻഡേർഡിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അതായത് മറ്റെല്ലാ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസസിനെ കമ്പയർ ചെയ്യുമ്പോൾ ആക്യുറേറ്റ് ആയിട്ടും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടും കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമായിരിക്കും ഇത്. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കി കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ടുള്ള റെഡ് ലൈറ്റിനെ കുറച്ചുകൂടെ കൂട്ടുകയും അതേപോലെ തന്നെ ബ്ലൂ ലൈറ്റിനെ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഐസ് ഒക്കെ ടയർഡ് ആവാതിരിക്കും. ഇവരുടെ ഡിസൈൻ സൈഡ് നോക്കി കഴിയുമ്പോൾ ഇത്തവണ അവർ കൊണ്ടുവരാൻ പോകുന്നത് ഒരു ലിപ്പോ ടെക്നോളജി എന്ന് പറയുന്ന ഒരു പുതിയൊരു ടെക്നോളജിയാണ്. അതായത് അവരുടെ സ്ക്രീന് എഡ്ജ് ടു എഡ്ജ് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. ഈ ഒരു ലീക്ക് കറക്റ്റ് ആണെങ്കിൽ ഈ വരാൻ പോകുന്ന X10 സീരീസിലെ എല്ലാ ഡിവൈസസിനും ഈ പറയുന്ന രീതിയിൽ എഡ്ജ് ടു എഡ്ജ് നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു ഡിസ്പ്ലേ നമുക്ക് ഫീൽ ചെയ്യും. അതായത് ബെസലൊക്കെ വളരെ തിന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഈ ഓപ്പോ X10 സീരീസിൽ വരാൻ പോകുന്ന 3 ഡിവൈസ് ആയിരിക്കും. ഓപ്പോ X10, X10 Pro അതുപോലെ X10 Pro Max എന്ന് പറയുന്ന 3 ഡിവൈസ് ആയിരിക്കും വരാൻ പോകുന്നത്. ഈ പറയുന്ന 3 ഡിവൈസസിൽ നമുക്കൊരു മിനിമം 8000 mAh ബാറ്ററി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത്തവണയും ഓപ്പോ പ്രോസസറിന്റെ കാര്യത്തിൽ മീഡിയാടെക്കിന്റെ ഡിമെൻസിറ്റി സീരീസ് തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. പിന്നെ ഓപ്പോ X10ന്റെ കേസിലാണെങ്കിൽ 6.59 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ ഉള്ള ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. 165 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ഇതിൽ വരാൻ പോകുന്ന ക്യാമറ 200 മെഗാപിക്സലിലെ പ്രൈമറി ക്യാമറയും അതുപോലെ പ്രോസസറിന്റെ കാര്യം പറയുവാണെങ്കിൽ ഡിമെൻസിറ്റിയുടെ 9600 ലൈറ്റ് സീരീസ് ആയിരിക്കും വരാൻ പോകുന്നത്. X10 Proയുടെ കേസിൽ വരുവാണെങ്കിൽ 6.78 ഇഞ്ച് 1.5K റെസൊല്യൂഷൻ ഉള്ള ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. ഇവിടെയും 8000 mAh ഒരു ബാറ്ററി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇവിടെ 200 മെഗാപിക്സലിലെ ഡുവൽ ക്യാമറയും പ്രോസസറിന്റെ കാര്യം പറയുവാണെങ്കിൽ ഡിമെൻസിറ്റി 9600 Pro സീരീസ് ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് ഈസ് X10 Pro Max. ഇവിടെയാണ് ഗൈസ് അടിപൊളി സാധനങ്ങൾ ഓപ്പോ ഇറക്കാൻ പോകുന്നത്. ഡിസ്പ്ലേയുടെ കേസിൽ 6.78 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ ഉള്ള 165 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ ആണ് ഇവിടെ വരുന്നത്. Pro Maxന്റെ കേസിൽ ക്യാമറ അന്യായിട്ടാണ് കേട്ടോ. അതായത് 200 മെഗാപിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരാൻ പോകുന്നത്. അതായത് പ്രൈമറി ക്യാമറയും പെരിസ്കോപ്പിക് ടെലിഫോട്ടോ ക്യാമറയും അൾട്രാവൈഡ് ക്യാമറയും എല്ലാം 200 മെഗാപിക്സലിലെ സെൻസേഴ്സ് ആയിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. ആൻഡ് ഇതിൽ വരാൻ പോകുന്ന പ്രോസസർ എന്ന് പറയുന്നത് 2 നാനോമീറ്റർ ഡിമെൻസിറ്റി 9600 Pro സീരീസ് ചിപ്പ് തന്നെയായിരിക്കും. ഇനി ഈ ഡിവൈസ് എന്നാണ് ലോഞ്ച് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒഫീഷ്യലി ഇതിന്റെ ഡേറ്റ് ഒന്നും കൺഫേം ആയിട്ടില്ല. എങ്കിൽ പോലും ഒക്ടോബറിൽ ലോഞ്ച് ചെയ്യാനാണ് മേജർ ആയിട്ട് ചാൻസ് ഇരിക്കുന്നത്.